ഹലോ നമസ്കാരം, ഞാൻ ശ്രീദേവി. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഒരു വീക്കെൻഡ് ഡേയിലെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. 2 ദിവസം മുന്നേ നമുക്ക് ഇവിടെ നല്ല സ്നോ ആയിരുന്നു കേട്ടോ. ചെറുതായി തുടങ്ങി. ഇപ്പുറത്തെ വീഡിയോയിൽ കാണുമ്പോൾ അറിയാം നല്ല കട്ടയായിട്ട് അവസാനം വന്നിട്ടുണ്ട്. അതുകൊണ്ട് പുറത്തൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. ഇത് ഇന്ന് രാവിലെ മുതൽ ചെറുതായിട്ട് മഴ തുടങ്ങിയതുകൊണ്ട് മഴയും കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് കുറച്ചൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇത് ആക്ച്വലി നവംബറിൽ എടുത്ത വീഡിയോ ആണ്, പക്ഷേ വീഡിയോ വരുന്നത് ഡിസംബറിലാണെന്ന് മാത്രം. കുറച്ച് ലേറ്റാണ് ഞാൻ. അപ്പോൾ ഇതെല്ലാം സ്നോ ഒക്കെ കുറച്ച് നേരം നോക്കിയിരുന്നതിന് ശേഷം നമ്മുടെ ഒരു ഗ്ലാസ് കാപ്പിയൊക്കെ ഉണ്ടാക്കി ഞാൻ വന്ന് കാപ്പി കുടിക്കാനായിരുന്നു. അതുപോലെ തന്നെ ഇന്ന് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെച്ചു. വീഡിയോ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് വീഡിയോയിൽ എന്തൊക്കെ കണ്ടൻറ്റ് ഉൾപ്പെടുത്തണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടോ. പൊതുവെ ഞാൻ വീക്കെൻഡിന് അങ്ങനെ വീഡിയോ എടുക്കാറില്ല. മിക്കവാറും വീക്കെൻഡ് കുറച്ച് റെസ്റ്റുള്ള ദിവസമായിരിക്കും. അധികം പണികളൊന്നും എടുക്കാറില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇന്ന് കുറച്ചധികം പണികളുണ്ട്. ഞാൻ വിചാരിച്ചെന്ന വീഡിയോ കൂടി എടുക്കുമ്പോൾ എനിക്കൊരു മോട്ടിവേഷനാവും, നിങ്ങൾക്കും ഒരു മോട്ടിവേഷനാവും കാണുമ്പോൾ. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ്. സാറ്റർഡേ രാവിലെ സച്ചിന് സ്വിമ്മിങ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ബ്രെഡ് ആയിരിക്കും മിക്കവാറും എല്ലാ സാറ്റർഡേയ്സും. കാരണം ഹെവി ആയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് സ്വിം ചെയ്യുമ്പം വയറ് ഫുള്ളാവരുതെന്നാണല്ലോ പറയുക. എന്നാൽ ഒന്നും കഴിക്കാണ്ട് പോയിട്ടുണ്ടെങ്കിൽ അതും ഇച്ചിരി പ്രശ്നമാണ്. അത് കാരണം മിക്കവാറും എല്ലാ സാറ്റർഡേയ്സും ബ്രെഡായിരിക്കും ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവണം കേട്ടോ. അപ്പോൾ അങ്ങനെ സച്ചിനെ റെഡിയാക്കിയിട്ടുണ്ട്. ക്യാപ്പെല്ലാം എടുത്തോട് സനോയി ഉള്ളതുകൊണ്ട് സനോയി അങ്ങനെ കൊണ്ടാക്കി. അത് കാരണം എനിക്ക് പോകേണ്ട അവസ്ഥ വന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ടാക്കേണ്ടി വന്നേനെ. അപ്പോൾ അവൾ പോയതിന് ശേഷം ഞാൻ ആദ്യം പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ടോ. ബെഡ്ഷീറ്റ് വിരിക്കൽ അങ്ങനത്തെ കുറച്ച് ഒതുക്കുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞൊന്ന് ഫ്രഷായി വന്നതിന് ശേഷം ആദ്യം നമ്മുടെ തുണി ഒന്ന് കഴുകിയിടാമെന്ന് വിചാരിച്ചു. യൂണിഫോമാണ് മെയിൻ. മിക്കവാറും സാറ്റർഡേയ്സ് യൂണിഫോം പിന്നെ സ്വിമ്മിങ് ഡ്രസ്സ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് നമുക്ക് സാറ്റർഡേയ്സ് കഴുകാനുണ്ടാവുക. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകാനിട്ടു. അതൊക്കെ ഒന്ന് കഴുകാനിടുകയാണെങ്കിൽ വാഷിംഗ് മെഷീൻ്റെ പണി അവിടെ ഇരുന്ന് ചെയ്യും. നമുക്ക് നമ്മുടെ പണികൾ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണുള്ളതെന്ന് വെച്ചാൽ അതങ്ങ് ചെയ്യാമല്ലോ. ഇത് വെയിറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ പണി ചെയ്യില്ല. നമ്മൾ നമ്മുടെ പണി ചെയ്തുകൊണ്ടിരുന്ന പിന്നെ ലാസ്റ്റ് ഇതൊരു പെയിൻറ്റിങ്ങോ അതാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ ഉണ്ടല്ലോ രാത്രി ഡിന്നറിന് നമുക്ക് ചപ്പാത്തിയും കടലക്കറിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കടലക്കറിക്കുള്ള കടല ഒന്ന് വെള്ളത്തിലിട്ടു. തലേന്ന് ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതിനുശേഷം ഉച്ചലത്തേക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് നമുക്ക് മോരുകറിയും അതുപോലെ തന്നെ കോവയ്ക്ക തോരനാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുള്ളതെല്ലാം അരിഞ്ഞു വെച്ചു. അപ്പോഴേക്കും സച്ചു സ്വിമ്മിങ് എല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ സച്ചു സ്വിമ്മിങ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് അവളുടെ അടുത്ത് വർത്താനം പറഞ്ഞിങ്ങനെ ഇരുന്നു. സ്വിമ്മിങ്ങിൻ്റെ വിശേഷങ്ങളൊക്കെ ഇടയ്ക്ക് പറയും. ചില ദിവസം അത്ര മൈൻഡൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഡുങ്ങുടും ആ സമയം കൊണ്ട് വേഗം പോയി കുളിച്ചൊക്കെ കഴിഞ്ഞ് വന്നിട്ടോ. ഈ ടീനേജിലെ പിള്ളേർക്ക് മിക്കവാറുള്ള പ്രശ്നങ്ങളാണ് ഈ പറഞ്ഞ പോലെ ഫോട്ടോയ്ക്ക് പേഴ്സൺ നാക്കും പുറത്തേക്ക് ഇട്ടിട്ട് ചുണ്ടും കുറിപ്പിച്ച്. ഒരുവിധം എല്ലാ വീട്ടിലും ഇപ്പോൾ ടീനേജിനൊന്നുമില്ലെന്നോ എല്ലാവരും ഇതൊക്കെ തന്നെ അവസ്ഥ തോന്നുന്നുണ്ട്. അങ്ങനെ അവരുടെ കൂടെ കുറച്ചേരം ഇരുന്നതിന് ശേഷം ഞാൻ അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട് നമ്മുടെ മോര് കറി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു. അത് തന്നെ അതിൽ കടുക് പൊട്ടിച്ചു. മോര് കറിയുന്നത് മോര് കാച്ചി എന്ന് പറയാനേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഞാനിത് ചെയ്യുമ്പോൾ സച്ച് ഓരോ പേപ്പേഴ്സൊക്കെ അവരവിടെ നിന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ പേപ്പേഴ്സൊക്കെ വന്ന് നോക്കുന്നുണ്ട്, ഇത് ആവശ്യമുള്ളതാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ കടുക് ഇട്ടതിന് ശേഷം ഉലുവ, വറ്റൽമുളക്, കറിവേപ്പിലെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ മിക്കവാറും ചെറിയ ഉള്ളിയാണ് ഇതിനകത്തേക്ക് ഇടുന്നത്. ചെറിയ ഉള്ളി ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ലേശം ഉപ്പൊക്കെ ഇട്ടോ. ഉപ്പൊക്കെ ഇട്ട് വഴറ്റിയതിന് ശേഷം നമ്മുടെ ഇഞ്ചി മരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും അരിഞ്ഞ് വെച്ചുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എടുത്തിടാൻ പറ്റും. ഇഞ്ചി അതുപോലെ തന്നെ പച്ചമുളകൊക്കെ നന്നായിട്ട് അരിഞ്ഞ് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിനകത്തേക്ക് ഇട്ട് വഴറ്റിയതിന് ശേഷം കുറച്ച് മഞ്ഞപ്പൊടിയും കൂടിയും ചേർത്തിട്ടുണ്ട്. മഞ്ഞപ്പൊടിയും ചേർത്തൊന്ന് വഴറ്റിയതിന് ശേഷം ഞാൻ ആദ്യം ചെയ്യാൻ തോന്നുന്നു കുറച്ച് വെള്ളം ഒഴിക്കും കേട്ടോ. കാരണം ഇത് നന്നായിട്ട് ചൂടായിരിക്കുമല്ലോ, പാനൊക്കെ നന്നായിട്ട് ചൂടായിരിക്കുമായിരിക്കും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ഒന്ന് തണുത്ത് കിട്ടും. അപ്പോൾ അതിനകത്തോട്ട് പിന്നെ നമുക്ക് മോര് ഒഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് പിരിയില്ല. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അല്ലാതെ എക്സ്പേർട്ടുള്ളവരൊക്കെ പെട്ടെന്ന് ഒറ്റയടിക്ക് ചെയ്യായിരിക്കും. ഞാൻ പൊതുവേ ആദ്യമൊക്കെ ഞാൻ ചെയ്തപ്പോൾ ഇങ്ങനെ പിരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയപ്പം എനിക്ക് നല്ല രീതിയിൽ വർക്കായി. അപ്പോൾ പിന്നെ ഞാനത് മാറ്റി പിടിക്കാറില്ല. ആദ്യമൊക്കെ തേങ്ങയൊക്കെ അരച്ചാണ് മോരുകറിയൊക്കെ വെക്കാറ്. പിന്നെ എല്ലാം ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് തീരുന്ന എന്താണെന്ന് നോക്കുമ്പോൾ ഇതൊക്കെയാണ് എളുപ്പം തീരണത്. അപ്പോൾ അതിന് ശേഷം കുറച്ച് ജീരകപ്പൊടിയാണ് കേട്ടോ ഞാൻ ലാസ്റ്റ് ചേർത്ത് കൊടുത്ത്. ജീരകപ്പൊടിയും കൂടി ഒന്ന് ചേർത്തൊന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്കത് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്ക് അതിനുശേഷം ഞാൻ കോവയ്ക്ക് പോയി പെട്ടെന്ന് ഒന്ന് അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട്. പിന്നെ അടുത്ത പാൻ വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. സവാള നേരത്തെ ഇങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഒന്നും ഇട്ടിട്ട് വഴറ്റി ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിനകത്തേക്ക് ഞാൻ പൊടികളായിട്ട് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയാണ് കേട്ടോ. എനിക്ക് ചിലവരിങ്ങനെ കൊത്തുമുളകൊക്കെ ഇടുമെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ മിക്കവാറും ചിലയിൽ എനിക്ക് അതിടാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ചിലതിൽ എനിക്ക് മുളക് പൊടി ഇടുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ ഇതിനകത്ത് മുളക് പൊടിയാനായിട്ട് ലേശം കറിവേപ്പില ഇട്ടതിന് ശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന കോവയ്ക്കൊക്കെ അതിനകത്തേക്ക് ഇട്ടു. നന്നായിട്ട് വഴറ്റി കൊടുത്തു. ഉപ്പും അതുപോലെ തന്നെ കുറച്ച് വെള്ളവും ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കാൻ വെച്ചു കേട്ടോ. അത് അവിടെ ഇരുന്ന് വേവുന്ന സമയം കൊണ്ട്
നമുക്ക് നമ്മുടെ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്ത് തീർക്കാം. അരിഞ്ഞ കത്തിയും എല്ലാം ഉള്ളത് അപ്പം തന്നെ ഒന്ന് കഴുകി എടുത്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ അതവിടെ ഇരുന്ന് പിന്നെ ആരുടെയെങ്കിലുമൊക്കെ കൈമുറിയണ അവസ്ഥയായിരിക്കും. പിന്നെ വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം നമുക്കൊന്ന് കളയുകയൊക്കെ ചെയ്തു. പിന്നെ രാവിലത്തെ പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകി വെച്ചതും അതുമൊക്കെ അവിടെ ഇവിടെയൊക്കെ നമ്മൾ ഓരോന്ന് എടുത്തതുണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചതിന് ശേഷം പാത്രങ്ങളും കൂടി ഒന്ന് കഴുകി വെച്ചു കേട്ടോ. എനിക്കിങ്ങനെ കുറേ ഇങ്ങനെ കുന്നുകൂട്ടി ലാസ്റ്റ് കൊണ്ടുപോയി കഴുകുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. എനിക്ക് മടിയായതുകൊണ്ടാണ്. അപ്പം പിന്നെ പെട്ടെന്ന് അത് തന്നെ തീർന്നു കഴിഞ്ഞാൽ ഇത്തിരിയല്ലേ ഉള്ളൂ എന്നുള്ളൊരു തോന്നൽ വരും. കുറേ ആകുമ്പോൾ ഇത് കുറേ ഉണ്ടല്ലോ, എന്താണെങ്കിലും നമ്മൾ ചെയ്യണം, കുറച്ചാണെങ്കിലും കൂടുതലാണെങ്കിലും നമ്മൾ തന്നെ ചെയ്യണം. അപ്പം പിന്നെ പെട്ടെന്ന് തന്നെ കുറച്ചുള്ളത് തന്നെ അപ്പം തന്നെ എടുത്ത് വെക്കുവാണെങ്കിൽ അത്രയും നല്ലതാണല്ലോ എന്ന് വിചാരിച്ചു. അതിനുശേഷം അവിടെയും ഒക്കെ ഒന്ന് തുടച്ചിട്ടുട്ടോ, ഉള്ള അത്രയും പോർഷനൊന്നും തുടച്ചിട്ട് ഇനിയിപ്പം നമുക്ക് അടുപ്പ് മാത്രം നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ അതേ സമയത്ത് ഇവിടെ ക്ലീനിങ്ങിനെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. സനയും സച്ചുവും കൂടിയിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ബുക്ക് ഷെൽഫിൻ്റെ അവിടെയും കുറേ പേപ്പേഴ്സ്, ആവശ്യമില്ലാത്ത പേപ്പേഴ്സും കുറേ ആവശ്യമുള്ളതും എല്ലാം ആയിട്ട് നമ്മളിങ്ങനെ കുറേ അവിടെ ഇവിടെയും കൊണ്ടുപോയിടുമല്ലോ, അങ്ങനെ ഇടുന്ന കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് സോർട്ട് ചെയ്യായിരുന്നു കേട്ടോ. അവർ മിക്കവാറും സച്ചു ഒരുവിധം എല്ലാ സാധനം അവൾക്ക് ഈസി അസസ് എന്ന് പറഞ്ഞിട്ട് അവൾ കൊണ്ടുപോയി വെക്കുന്ന ഒരു സ്ഥലമാണ് ബുക്ക് ഷെൽഫിൻ്റെ അവിടെ. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി വെപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഡുങ്കുടു ഈ സമയത്ത് ഞാൻ ഡുങ്കുടിൻ്റെ റൂമും മുകളിൽ കുറച്ച് ഏരിയ ഉണ്ടായിരുന്നു, അതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഏൽപ്പിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവിടേക്കൊന്ന് പോയി ഓടിച്ച് വന്ന് നോക്കിയപ്പോഴേക്കും നമ്മുടെ കോവയ്ക്കെല്ലാം സെറ്റായിട്ടുണ്ട്. പിന്നെ ഇതാ കണ്ടില്ലേ, നമ്മൾ രാവിലെ സ്നോ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ നോക്ക് ഒരു തരി സ്നോ ഇല്ലാത്ത അവസ്ഥ, അറ്റത്ത് മാത്രമുള്ളൊരു ഇച്ചിരി മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം നല്ല അടിപൊളിയായിട്ട് മെൽറ്റായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ കറിയെല്ലാം അടുക്കളയിലത്തെ പണികളെല്ലാം ഒരുവിധം അവസാനിച്ചിട്ടുണ്ട്. ചോറ് തലേന്നിലത്തെ ചോറുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ചോറ് വെക്കുന്നതൊന്നും കാണിക്കാൻ, കറിയൊന്നുമാണ് ഇല്ലാതിരുന്നത്. അതിനുശേഷം ഞാൻ തുണി വിരിച്ചിടുമ്പോൾ തന്നെ ഞാൻ അപ്പം തന്നെ ഉള്ള സ്റ്റാൻഡിലുള്ള തുണികളൊക്കെ അപ്പം തന്നെ ഞാൻ മടക്കി വെക്കും കേട്ടോ. മാറ്റി വെക്കുന്ന പരിപാടി എനിക്കില്ല, അപ്പം എടുത്ത് വയ്ക്കുക. അപ്പോഴേക്കും പിന്നെ സച്ചു വന്നു. സച്ചു ആക്ച്വലി വന്നതെന്ന് വെച്ചാൽ താഴെ ഒതുക്കൽ അവൾക്ക് ബോറടിച്ചു തുടങ്ങി. അപ്പോൾ പിന്നെ അവൾ പതുക്കെ എന്നെ അന്വേഷിച്ച് മുകളിലേക്ക് വന്നു. അപ്പം ഞാനിവിടെ ചെയ്യുമ്പോൾ ഞാനിത് ഹെൽപ്പ് ചെയ്യാം, എനിക്കത് ചെയ്യാൻ വയ്യ, ക്ലീനിങ് ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വെച്ചാൽ എന്നാ പിന്നെ ഇത് ചേട്ടാ എനിക്കൊരു ഹെൽപ്പാണല്ലോ. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു മടക്കി വെക്കാം, ഞാൻ മടക്കാമെന്നൊക്കെ അവൾ പറഞ്ഞു. മടക്കി അത്ര നമുക്ക് പതുക്കിയാവും, അപ്പോൾ പിന്നെ സ്ലോ ആയിപ്പോവും. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ മടക്കി തരാം, നീ എടുത്ത് വെച്ചാൽ മതി, അതായത് സ്ഥലത്തേക്ക് എടുത്ത് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവളെല്ലാം ചെയ്തു തന്നു കേട്ടോ. എല്ലാം ചെയ്തു തന്നുകൊണ്ട് ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിങ്ങനെ മടക്കി വെച്ച് എല്ലാം അവിടെ തന്നെ വെച്ച് പിന്നെ അതൊക്കെ എടുത്ത് ഓരോന്ന് കൊണ്ടുപോയി എടുത്ത് വെക്കണം. അപ്പോൾ കുട്ടികളുടെ എല്ലാം ഇവരുടെ ഈ റൂമിലും ഞങ്ങളുടെ എല്ലാ അപ്പുറത്തെ റൂമിലും കൊണ്ടിരിക്കുന്നത്, അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കേണ്ടി വരും. അപ്പോൾ പിന്നെ ഇത് അവൾ ചെയ്തുകൊണ്ട് അത്രയും ഉപകാരമായി. പിന്നെ അടുത്ത എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ചെറിയൊരു പരിപാടി വരുന്നുണ്ട്. ആക്ച്വലി ആ പരിപാടി ഇപ്പോൾ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് കഴിഞ്ഞു. ഡുങ്കുടുവിനൊരു സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടി നമ്മൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു, അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിനുള്ള ഡ്രസ്സ് നോക്കി എടുത്ത് വെക്കില്ലായിരുന്നു, പക്ഷേ ആക്ച്വലി കാണിച്ച ഡ്രസ്സല്ല കേട്ടോ ഇട്ടത്. നമുക്ക് പരിപാടി വരുമ്പോൾ കാണാം ഏത് ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത് എന്നുള്ളത്. പിന്നെ പെട്ടെന്ന് നമ്മുടെ ലഞ്ചും കാര്യങ്ങളും എല്ലാം കഴിച്ചു. പിന്നെ അവിടെ എനിക്ക് കുറച്ച് ഗ്യാപ്പൊന്നും എനിക്ക് ഇത്തിരി ധൃതി കൂടി. പെട്ടെന്ന് തന്നെ എല്ലാ പരിപാടികളും തീർത്ത് സച്ചു ഡാൻസിന് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സച്ചുവിനെ ഡാൻസിന് പറഞ്ഞു വിട്ടതിന് ശേഷം ഞാൻ വേഗം വന്ന് രാത്രിയിലത്തേക്കുള്ള ഡിന്നറും കൂടി ഒന്ന് സെറ്റാക്കാൻ വിചാരിച്ചാൽ. കാരണം ഇന്ന് മുഴുവൻ ഈ അടുക്കളയിൽ കിടന്ന് ഇങ്ങനെ കറങ്ങാം, ഒന്നും ഇരുന്നിട്ടില്ല. സാധാരണ ഞാൻ പറഞ്ഞു ഞാൻ വീക്കെൻഡിന് അങ്ങനെ കുറേ പണികൾ എടുക്കാറില്ല. മിക്കവാറും ഞാൻ മാക്സിമം പണികൾ വളരെ കുറച്ച് പണിയെടുക്കുന്ന ഒരാളാണ് വീക്കെൻഡിന്. അപ്പോൾ ഇതിങ്ങനെ കുറേ വന്നുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ കുറച്ചേരെങ്കിലും ഇരിക്കണമെങ്കിൽ അവൾ വരുന്നതിന് മുന്നേ പണി തീർക്കണം എന്ന് വിചാരിച്ചിട്ട് വേഗം ചപ്പാത്തി എല്ലാം സെറ്റാക്കി. അപ്പോഴേക്കും ചപ്പാത്തിയൊക്കെ സെറ്റായി കഴിഞ്ഞപ്പോഴേക്കും കടലയും വേവിച്ചു. അപ്പോഴേക്കും സച്ചു തിരിച്ചെത്തി കേട്ടോ. സച്ചു തിരിച്ചെത്തി കഴിഞ്ഞ് പിന്നെ കുറച്ചേരം അവളുടെ അടുത്തൊക്കെ വർത്താനം പറഞ്ഞിരുന്നു കഴിഞ്ഞപ്പോഴേക്കും സനോയി പറഞ്ഞു നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞു. കാരണം ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് പെട്ടെന്ന് കഴിച്ചിട്ട് പോയതുകൊണ്ട് കാര്യമായിട്ട് കഴിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഫ്രോസണിൽ നമുക്ക് ഉഴുന്നുവട, നമ്മുടെ ഈ മലയാളി സ്റ്റോഴ്സിൽ നിന്ന് നമുക്ക് ഉഴുന്നുവട വാങ്ങി കിട്ടുമല്ലോ. അപ്പോൾ ഞാനത് വേഗം പോയിട്ട് ഡിഫ്രോസ്റ്റൊക്കെ ചെയ്ത് മൈക്രോവേവിലൊക്കെ ഒന്ന് വെച്ച് ചൂടാക്കി. പിന്നെ ചമ്മന്തി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇച്ചിരി ചെറിയുള്ളി ഉണ്ടായിരുന്നു, ചെറിയുള്ളി വെച്ചിട്ട് ചമ്മന്തിയൊക്കെ അരച്ച് സെറ്റാക്കി ഇട്ടു. എന്നിട്ട് ഒരു ഗ്ലാസ് ചായയൊക്കെ ഇട്ട് അങ്ങനെ അത് കാരണം എനിക്ക് കുറച്ച് നേരം അങ്ങനെ ഇരിക്കാൻ പറ്റി. അങ്ങനെ ഞാൻ ചായയൊക്കെ ഇട്ട് വന്ന് ഉഴുന്നുവടയൊക്കെ കഴിച്ച് അങ്ങനെ കുറച്ച് നേരം ഇരുന്നു. അതെല്ലാം കഴിഞ്ഞ് പിള്ളേർക്ക് ഞാൻ വീക്കെൻഡിനാണ് കുറച്ച് നേരം സ്ക്രീൻ ടൈം കൊടുക്കുന്നത്. അപ്പോൾ അവർ അത് കാരണം കമ്പ്യൂട്ടർ നോക്കാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് പോയിട്ടുണ്ടല്ലോ. ഈ സാറ്റർഡേയും സൺഡേ ആണ് അവർക്കൊരു 1 hour കിട്ടുന്നത്. അപ്പോൾ സച്ച് ഡാൻസ് കഴിഞ്ഞ് വന്നിട്ടുള്ള ഒരു 1 hour. അപ്പോൾ അതുകൊണ്ടാണ് അവർ പോയത്. അതിനുശേഷം നമ്മുടെ കടല വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, കറിയാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് സവാള അരിഞ്ഞ് വെച്ചതെല്ലാം ചേർത്തു. ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അതുപോലെ തന്നെ നമ്മൾ കടലയിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, ഒന്ന് തണുക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ പൊടികളായിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി അത്യാവശ്യം കുറച്ച് കറിവേപ്പിലൊക്കെ ചേർത്തിട്ടുണ്ട്. കറിവേപ്പില ചേർത്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം തക്കാളിയാണ് നമുക്ക് അടുത്ത് വേണ്ടത്. അപ്പോൾ തക്കാളി ഞാൻ അപ്പളാണ് കേട്ടോ അരിഞ്ഞ് അപ്പം അരിഞ്ഞ് ചേർക്കുകയാണ്. തക്കാളിയും കൂടി അരിഞ്ഞ് ഒന്ന് അടച്ചു വെച്ച് അതൊന്ന് നന്നായിട്ട് അതിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് കുഴഞ്ഞ് വരുന്ന സമയം കൊണ്ട് നമ്മൾ തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന കടല ഞാനൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും
പിന്നെ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും അതിനകത്തേക്ക് ചേർത്തു. പിന്നെ അതുപോലെ തന്നെ കുറച്ച് നേരം അടച്ച് വെച്ചതിന് ശേഷം ഞാൻ ആ സമയത്ത് കെറ്റിലിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളം കൂടി ഒന്ന് ഒഴിച്ചിട്ടോ. പച്ചവെള്ളം ഒഴിച്ചാൽ പിന്നെയും തിളയ്ക്കാൻ നിൽക്കണം നമ്മൾ. അപ്പോൾ തിളച്ച വെള്ളം ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചേർക്കണം. അതിനുശേഷം കുറച്ച് ഗരം മസാല ചേർത്താലും മതി. ഞാൻ പൊതുവേ മീറ്റ് മസാലയാണ് ചേർക്കാറ്. അതും കൂടി ചേർത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരുന്ന കടലയുടെ ഒരു ഇതുണ്ടല്ലോ, അതും കൂടി അതിനകത്തേക്ക് ചേർത്ത് കുറച്ച് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചേർക്കുന്നത്. പലരും എനിക്കും കോൺഫ്ലോർ ഒക്കെ ചേർക്കുന്ന ആൾക്കാരുണ്ടാവും. ഞാൻ അങ്ങനെ ശ്രമിച്ചിട്ടില്ല. ഞാൻ മിക്കവാറും ഇതാണ്. അതിനുശേഷം ഞാൻ പെട്ടെന്ന് എല്ലാ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി എല്ലാം സെറ്റാക്കി പിന്നെ അവിടേക്കൊന്ന് അടുക്കളയൊക്കെ അടിച്ച് വാരി തുടച്ച് ഡിന്നർ കഴിക്കുന്നത് ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഡിന്നറെല്ലാം പെട്ടെന്ന് എല്ലാവരും കഴിച്ച് തീർത്തു കേട്ടോ. ഞങ്ങളിപ്പോൾ കുറച്ച് നേരത്തെ 7:30 ആകുമ്പോഴേക്കും ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് തീർക്കാറുണ്ട്. അതിനുശേഷം പിന്നെ സിനിമ കാണുന്ന പരിപാടിയായിരുന്നു. ലാസ്റ്റ് സിനിമയൊക്കെ കണ്ട് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു അടിപൊളി ദിവസം അവസാനിച്ചിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണോ? ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.